ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വൈകുന്നേര ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങൾ മാത്രം മതി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് ചേർക്കാം, ഓയിൽ ചേർക്കരുത് കേട്ടോ. നെയ്യോ ബട്ടറോ ആണെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു മൊരിച്ചിലും ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു നുള്ള സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. സോഡാപ്പൊടിയോ ബേക്കിംഗ് പൗഡറോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ചേർക്കുന്നത് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. കട്ടിയുള്ള ഭാഗമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് നല്ല പോലെ തന്നെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൈദയിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. മൈദേൻ്റെ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല, എന്നാലും മൈദ കഴിക്കാത്തവർക്ക് ഗോതമ്പിലും ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ പച്ചവെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് പൂരിയുടെ മാവ് പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കൂട്ടിയിട്ട് സോഫ്റ്റ് ആക്കി എടുക്കരുത് കേട്ടോ, അപ്പോൾ എണ്ണയൊക്കെ കുടിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളം കുറച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം പാകത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കൂടാതെ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ കുറച്ച് പൊടി ഇട്ടിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുഴച്ചെടുക്കുക, ആ ഒരു സമയം തന്നെ ഉരുളകളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ എത്ര വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ഉരുളകളൊന്ന് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു ചപ്പാത്തി പ്രസ്സിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പണി കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ പലകയിൽ കുഴൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ഓരോന്നൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഓയിലും കുറച്ച് മൈദയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5-6 ഒരുമിച്ചിട്ട് ലെയറുകളായിട്ട് നമ്മളിതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. നല്ല ലെയറുകളായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഓരോന്നും വെച്ചതിന് ശേഷം നമ്മൾ ഓയിലിൻ്റെ ആ ഒരു പൊടിയുടെ മിക്സ് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കിട്ടുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് പൊടിയൊന്ന് മുകളിലായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഓരോന്നും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആട്ടോ നമുക്ക്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഈ കൈ വെച്ചിട്ട് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോയിൽ വെച്ചിട്ട് തന്നെ പരത്തിയെടുത്താൽ മതി കേട്ടോ. ചപ്പാത്തിക്കോല് വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ കൈ വെച്ചിട്ട് പരത്തിയാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ പൊടിയൊന്നും ഇടാത്ത കാരണം തന്നെ നമ്മുടെ എണ്ണയിൽ പൊടിയൊന്നും അധികം കരിയൂല കേട്ടോ. മറ്റേ നമ്മൾ പൊടിയൊക്കെ ഇട്ടിട്ട് ചപ്പാത്തിക്കോല് വെച്ചിട്ട് പരത്തുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ആ പൊടിയൊക്കെ കൂടെ അങ്ങോട്ട് കരിയും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. വളരെ കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കുക. മൈദ ഇത് കാരണം നല്ലോണം വലിയുമല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ചിട്ട് പരത്തിയാൽ തന്നെ നല്ല കനം കുറച്ചിട്ട് തന്നെ കിട്ടും. അപ്പോൾ നല്ല പോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമ്മളിത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കട്ടറോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. നമ്മൾ ക്രോയിസൻ്റൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിലാക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ മടക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഇറച്ചിയുടെ അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ എന്തെങ്കിലുമൊക്കെ ഫില്ലിങ് ഉള്ളിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെ മടക്കിയെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലെയിനായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫില്ലിങ് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ വീട്ടിൽ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഫില്ലിങ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ആ ഹോളൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്നൊക്കെ നല്ല പോലെ വിടർന്നിട്ട് നല്ല ലെയറുകളായിട്ട് വരും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ഓയിലിലോ വെളിച്ചെണ്ണയിലോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
അപ്പോൾ നല്ല പോലെ ഓയിലൊന്ന് ചൂടായതിന് ശേഷം തീയൊന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ നല്ല പോലെ ഇതൊന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. എന്നാലേ ഉൾഭാഗമൊക്കെ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഉൾഭാഗം നല്ല ഹോളായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ എണ്ണയ്ക്കുള്ളിൽ കയറിയിട്ട് നല്ല പോലെ തന്നെ ഫ്രൈ ആയി കിട്ടും. പിന്നെ നമ്മളൊരു നുള്ളു സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കട്ടിയുള്ള ഭാഗത്തൊക്കെ തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നിങ്ങൾ തീ ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിയും, ഉൾഭാഗം നിങ്ങൾക്ക് വേണ്ടത്ര നല്ല പോലെ മൊരിഞ്ഞ് കിട്ടൂല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് ഇത്. ഓയിൽ തന്നെ ഫ്രൈ ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ. വെളിച്ചെണ്ണയിൽ നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര സിറപ്പിൽ നല്ല പോലെ നമ്മൾ മടക്കൊക്കെ ചെയ്യൂലേ, അതേപോലെ വേണമെങ്കിൽ കോട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മധുരമൊക്കെ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പഞ്ചസാര സിറപ്പിലൊന്നും ഇട്ട് എടുക്കുന്നില്ല. ഇതുപോലെ നല്ല മധുരമുള്ള ചായയുടെ കൂടെ കഴിക്കാൻ ഇങ്ങനെയാണ് ടേസ്റ്റ് കേട്ടോ. ഇത് നല്ലൊരു മൊരിഞ്ഞിട്ടായിരിക്കും. ഈ ഒരു ടേസ്റ്റ് സൂപ്പറാണ്. അപ്പോൾ മുഴുവനൊന്നും ഫ്രൈ ചെയ്യുന്നത് ഞാൻ കാണിക്കണില്ല. അപ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ വീട്ടിലെപ്പോഴുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, എന്നാലും കുറച്ച് മധുരമൊക്കെ കൂട്ടി കഴിക്കണം എന്നുള്ളവരാണെങ്കിൽ ഇതുപോലെ ആക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.